വെൽക്കം ടു ലേണിനോ. ഈ ഒരു വീഡിയോ സെക്ഷനിൽ നമ്മൾ രണ്ട് ചാപ്റ്റേഴ്സിലെ മെയിൻ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് ആൻഡ് ആൽക്കഹോൾസ്, ഫിനോൾസ് ആൻഡ് ഈതേഴ്സ്. അപ്പൊ എന്താണ് നമുക്ക് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് നമുക്ക് നോക്കാം. ഹാലോ ആൽക്കെയിൻസിന്റെ വേറൊരു പേരാണ് ആൽക്കൈൽ ഹാലൈഡ്സ് എന്നുള്ളത്. അതുപോലെ തന്നെ ഹാലോ അരീൻസിന്റെ വേറെ പേരാണ് അരൈൽ ഹാലൈഡ്സ് എന്നുള്ളത്. ഇനി ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആലിഫാറ്റിക് അല്ലെങ്കിൽ അരോമാറ്റിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസിൽ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഹൈഡ്രജൻ ആറ്റംസിനെ നമ്മൾ ഹാലോജൻ ആറ്റംസ് വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ആണ് ആൽക്കൈൽ ഹാലൈഡ് അല്ലെങ്കിൽ അരൈൽ ഹാലൈഡ് എന്ന് പറയുന്നത്. ഇനി ഈ ഹാലോ ആൽക്കെയിൻസിന് ഹാലോജൻ ആറ്റംസ് ഉണ്ടാവുന്നത് എവിടെയാണ്? sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പിലായിരിക്കും ഈ ഹാലോജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. വേറസ് ഹാലോ അരീൻസിൽ എവിടെയായിരിക്കും ഹാലോജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം ഓഫ് അറൈൽ ഗ്രൂപ്പിലായിരിക്കും. ഇനി ഇത് നമ്മൾ നോൺ പോളാർ കോമ്പൗണ്ട്സിന് സോൾവെന്റ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ സിന്തസിസിനും സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽസ് ആയിട്ടൊക്കെ ഈ ഹാലോ ആൽക്കീൻസും ഹാലോ അരീൻസും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ ക്ലോറിൻ കണ്ടെയ്നിങ് ആന്റിബയോട്ടിക് അതുപോലെ തന്നെ ക്ലോറാംഫെനിക്കോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൈക്രോ ഓർഗാനിസംസ് ആണ്. ഇതെല്ലാം തന്നെ ടൈഫോയിഡ് ഫീവറിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ വെരി എഫക്റ്റീവ് ആണ്. ഇതെല്ലാം തന്നെ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് ഗ്രൂപ്പിൽ വരുന്നതാണ്. ഇനി നമ്മുടെ ബോഡി അയഡിൻ പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. അതായത് അയഡിൻ കണ്ടെയ്നിങ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും, തൈറോക്സിൻ. ഓക്കെ, അപ്പൊ ഈ തൈറോക്സിന്റെ ഡെഫിഷ്യൻസി കാരണം നമുക്ക് ഉണ്ടാവുന്ന ഒരു ഡിസീസ് ആണ്, ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാവുന്ന ഡിസീസ് ആണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സിന്തറ്റിക് ഹാലോജൻ കോമ്പൗണ്ട്സ്, ഫോർ എക്സാമ്പിൾ ക്ലോറോക്വിൻ എന്ന് പറയുന്നത് നമ്മൾ മലേറിയ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹാലോതെയ്ൻ എന്ന് പറയുന്നത് നമ്മൾ അനസ്തെറ്റിക് ആയിട്ട് സർജറീസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ഹാലോ ആൽക്കീൻസിന്റെ ഹാലോ അരീൻസിന്റെ മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ യൂസേജസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഹാലോ ആൽക്കെയിൻസിന്റെയും ഹാലോ അരീൻസിന്റെയും ക്ലാസിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് ഹാലോജൻ ആറ്റംസ് ഇത് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് മോണോ, ഡൈ അല്ലെങ്കിൽ പോളി ഹാലോജൻ കോമ്പൗണ്ട്സ് ആക്കിയിട്ടാണ്. ഡിപ്പെൻഡിങ് ഓൺ അവർക്ക് എത്ര ഹാലോജൻ ആറ്റംസ് ആ ഒരു സ്ട്രക്ചറിൽ ഉണ്ട് അതിന്റെ ബേസിസിലാണ് മോണോ, ഡൈ അല്ലെങ്കിൽ പോളി ഹാലോജൻ കോമ്പൗണ്ട്സ് ആക്കിയിട്ട് ഇവരെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഹാലോ ആൽക്കെയിൻസിനെ മോണോ ഹാലോ ആൽക്കെയിൻ, ഡൈ ഹാലോ ആൽക്കെയിൻ, ട്രൈ ഹാലോ ആൽക്കെയിൻ എന്നാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അവരുടെ സ്ട്രക്ചർ വരുന്നത് എങ്ങനെയാണ്? മോണോ ഹാലോ ആൽക്കെയിനിൽ ഒരു ഹാലോജൻ ആറ്റം, ഈ എക്സ് എന്ന് പറയുന്നതാണ് ഹാലോജൻ ആറ്റം, ഒരു ഹാലോജൻ ആറ്റം ആയിരിക്കും ഉണ്ടാവുന്നത്. ഡൈ ഹാലോ ആൽക്കെയിനിൽ 2 ഹാലോജൻ ആറ്റം ആയിരിക്കും. ഇനി ട്രൈ ഹാലോ ആൽക്കെയിനിൽ നോക്കുകയാണെങ്കിൽ 3 ഹാലോജൻ ആറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ ഹാലോ അരീൻസിന്റെ കേസിലും മോണോ ഹാലോ അരീൻ, ഡൈ ഹാലോ അരീൻ ആൻഡ് ട്രൈ ഹാലോ അരീൻസ്. Next type of classification based on compounds containing sp3 carbon halogen bond. ഇവിടെ ഹാലോജൻ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഏതൊക്കെയാണ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ആണ് ഹാലോജൻ ആയിട്ട് വരുന്നത്. അപ്പൊ അതിൽ തന്നെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഏതാണ്? ആൽക്കൈൽ ഹാലൈഡ്സ് അല്ലെങ്കിൽ ഹാലോ ആൽക്കെയിൻസ് എന്ന് പറയും, RX കോമ്പൗണ്ട്. അപ്പൊ ഇവിടെ ആൽക്കൈൽ ഹാലൈഡ്സിൽ നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പിലേക്കായിരിക്കും ഹാലോജൻ ആറ്റത്തിനെ ബോണ്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഹാലോ ആൽക്കെയിൻസിന്റെ ആ ഒരു ജനറൽ റെപ്രസെന്റേഷൻ വരുന്നത് ഇങ്ങനെയാണ്: CnH2n+1 into X. ഇത് വീണ്ടും നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഡിപ്പെൻഡിങ് അപ്പോൺ കാർബൺ ടു വിച്ച് ഹാലോജൻ ഈസ് അറ്റാച്ച്. ഏത് കാർബണിലേക്കാണ് ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഹാലോജൻ നമ്മൾ പ്രൈമറി കാർബൺ ആറ്റത്തിലേക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ ആൽക്കൈൽ ഹാലൈഡിനെ നമ്മൾ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയും. അതുപോലെ തന്നെ സെക്കൻഡറിയിലേക്കാണോ ടെർഷ്യറിയിലേക്കാണോ എന്ന് അറിഞ്ഞിട്ടായിരിക്കും നമ്മൾ സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് അല്ലെങ്കിൽ ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് എന്നതിനെ പറയുന്നത്. ഓക്കെ, അതിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ വരുന്നത് ഇങ്ങനെയാണ്: പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ്സ്. നെക്സ്റ്റ് വരുന്നത് അല്ലിലിക് ഹാലൈഡ്സ് ആണ്. അപ്പൊ ഈ ഒരു കോമ്പൗണ്ടിൽ നമ്മൾ ഹാലോജൻ ആറ്റം ബോണ്ട് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടേക്കായിരിക്കും? കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ടാവും. ഓക്കെ, അതിന് അഡ്ജസന്റ് ആയിട്ടുള്ള sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിലേക്കായിരിക്കും നമ്മൾ ഹാലോജൻ ആറ്റത്തിനെ
ബോണ്ട് ചെയ്തിരിക്കുന്നത് അല്ലിലിക് ഹാലൈഡ്സിൽ. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഇതാണ് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് വരുന്നത് അല്ലെ. അപ്പൊ അതിന് അഡ്ജസന്റ് ആയിട്ടുള്ള കാർബൺ ആറ്റം sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിലേക്കായിരിക്കും ഹാലോജനെ നമ്മൾ ബോണ്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് അല്ലിലിക് ഹാലൈഡ്സിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ വരുന്നത്. നെക്സ്റ്റ് ബെൻസിലിക് ഹാലൈഡ്സ് ആണ്. ഇവിടെ നമ്മൾ എങ്ങോട്ടേക്കാണ് ഹാലോജൻ ആറ്റത്തിനെ ബോണ്ട് ചെയ്തിരിക്കുന്നത്? അരോമാറ്റിക് റിംഗിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിലേക്കായിരിക്കും ഹാലോജൻ ആറ്റത്തിനെ ബെൻസിലിക് ഹാലൈഡ്സിൽ നമ്മൾ ബോണ്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ വരുന്നത് ഇങ്ങനെയായിരിക്കും. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ വരുന്നത് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് sp2 കാർബൺ ഹാലോജൻ ബോണ്ട്. അതിൽ തന്നെ രണ്ട് ടൈപ്സ് ആണ്, വിനൈലിക് ഹാലൈഡ്സും അരൈൽ ഹാലൈഡ്സും. അപ്പൊ വിനൈലിക് ഹാലൈഡ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു കോമ്പൗണ്ട്സിൽ ഹാലോജൻ ആറ്റം നമ്മൾ എങ്ങോട്ടേക്കാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത്? കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉള്ള sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിലേക്കായിരിക്കും നമ്മൾ ബോണ്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കണ്ടോ, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉള്ള sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിലേക്കാണ് ഇവിടെ ഹാലോജനെ നമ്മൾ ബോണ്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് അരൈൽ ഹാലൈഡ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സിൽ നമ്മൾ ഹാലോജൻ ആറ്റം ഡയറക്ട്ലി ബോണ്ട് ചെയ്തിരിക്കുകയാണ്. എങ്ങോട്ടേക്ക്? sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം ഉള്ള അരോമാറ്റിക് റിംഗിലേക്ക് നമ്മൾ ഡയറക്ട്ലി ബോണ്ട് ചെയ്തിരിക്കുകയാണ് അരൈൽ ഹാലൈഡ്സിന്റെ കേസിൽ. ഓക്കെ, ഇതാണ് അതിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരൈൻസ് ചാപ്റ്ററിൽ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്സ്. താങ്ക് യു. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് നേച്ചർ ഓഫ് കാർബൺ ഹാലോജൻ ബോണ്ട് ആണ്, നേച്ചർ ഓഫ് CX ബോണ്ട്. ഇവിടെ ഹാലോജൻ ആറ്റംസ് എന്ന് പറയുന്നത് കാർബണെക്കാട്ടും മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കാർബൺ ഹാലോജൻ ബോണ്ട് ഓഫ് ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുന്നത് പോളറൈസ്ഡ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി കാർബൺ ആറ്റത്തിന് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഡെൽറ്റ പ്ലസ് ഉണ്ടാവും, ഹാലോജൻ ആറ്റത്തിന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഡെൽറ്റ മൈനസ് ആയിരിക്കും ഉണ്ടാവുന്നത്. നമ്മൾ പീരിയോഡിക് ടേബിളില് ഗ്രൂപ്പിന് താഴേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോഴത്തേക്കും സൈസ് ഓഫ് ഹാലോജൻ ആറ്റം അവിടെ ഇൻക്രീസ് ആവും അല്ലെ. അപ്പൊ അങ്ങനെ ഇൻക്രീസ് ആയിട്ട് ഫ്ലൂറിൻ ആറ്റം ആയിരിക്കും ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ആറ്റം ആൻഡ് അയഡിൻ ആറ്റം ആയിരിക്കും ഹാലോജൻസിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കാർബൺ ഹാലോജൻ ബോണ്ട് ലെങ്ത്തും ഇൻക്രീസ് ആവുന്നുണ്ടാവും ആസ് വി മൂവ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ ഗ്രൂപ്പ്. അപ്പൊ കാർബൺ ഫ്ലൂറൈഡിൽ നിന്ന് കാർബൺ അയഡൈഡ് വരെ ആ ഒരു കാർബൺ ഹാലോജൻ ബോണ്ട് ഇൻക്രീസ് ആവും. മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കീൻസ് 3 മെത്തേഡ്സ് ആണ്. ആൽക്കഹോൾസിൽ നിന്ന്, ഹൈഡ്രോകാർബൺസിൽ നിന്ന്, അല്ലെങ്കിൽ ഹാലോജൻ എക്സ്ചേഞ്ച് വഴി നമുക്ക് ഹാലോ ആൽക്കീൻസ് പ്രിപ്പയർ ചെയ്യാം. ഇനി ഹാലോ അരീൻസിന്റെ പ്രിപ്പറേഷൻ 2 ഉള്ളത്. From hydrocarbons by electrophilic substitution reaction and from amines by Sandmeyer's reaction. Carbon compounds containing more than one halogen atom. അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനാണ് നമ്മൾ പോളിഹാലോജൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. പോളിഹാലോജൻ കോമ്പൗണ്ട്സിന് എക്സാമ്പിൾസ് നോക്കാം. ഡൈക്ലോറോമീഥെയിൻ അല്ലെങ്കിൽ മീഥൈലിൻ ക്ലോറൈഡ്, ദെൻ ട്രൈക്ലോറോമീഥെയിൻ അല്ലെങ്കിൽ ക്ലോറോഫോം, ട്രൈ അയഡോമീഥെയിൻ അല്ലെങ്കിൽ അയഡോഫോം, tetrachloromethane or carbon tetrachloride, freons, PP dichloro-diphenyl trichloroethane or DDT. ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോ സെക്ഷനിൽ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ് എപ്പോഴാണ് ഫോംഡ് ആവുന്നത്? when a hydrogen atom in a hydrocarbon, whether it is aliphatic and aromatic, is replaced by OH group. അപ്പൊ നമ്മൾ ആൽക്കഹോളിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ആൽക്കഹോളിൽ ഒന്നോ അതിൽ കൂടുതലോ ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ്സ് ഉണ്ടാവും, അതായത് OH ഗ്രൂപ്പ്സ് ഉണ്ടാവും which is directly attached to carbon atoms of an aliphatic system. അപ്പൊ ആൽക്കഹോൾ എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ആലിഫാറ്റിക് സിസ്റ്റം ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ഫീനോൾസിന്റെ കേസ് പറയുകയാണെങ്കിൽ OH ഗ്രൂപ്പ് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു കാർബൺ ആറ്റം ഓഫ് അരോമാറ്റിക് സിസ്റ്റം ആയിരിക്കും. ഇനി ഫീനോളിന്റെ വേറൊരു പേരാണ് കാർബോളിക് ആസിഡ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഫസ്റ്റ് ഏർലിയർ ടൈംസിലൊക്കെ കോൾട്ടാറിൽ നിന്നായിരുന്നു ഫീനോളിനെ ഐസൊലേറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഹൈഡ്രോകാർബണില് ഹൈഡ്രജൻ ആറ്റത്തിനെ ഒരു ആൽക്കോക്സി അല്ലെങ്കിൽ അരൈൽ ഓക്സി ഗ്രൂപ്പ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്താൽ നമുക്ക് വേറൊരു ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ് കിട്ടും.
അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഈതേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഇനി ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ട്രക്ചർ ആണ്. ആൽക്കഹോളിന്റെ കേസിലാണെങ്കിൽ OH ഗ്രൂപ്പിന്റെ ആ ഒരു ഓക്സിജനെ നമ്മൾ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് സിഗ്മ ബോണ്ട് അല്ലെങ്കിൽ എസ് ബോണ്ട് വെച്ചിട്ടായിരിക്കും. ആ ഒരു എസ് ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ബൈ ദി ഓവർലാപ്പ് ഓഫ് sp3 hybridized orbital of carbon with sp3 hybridized orbital of oxygen. ആൽക്കഹോളിലെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ലെസ് ദാൻ ടെട്രാഹീഡ്രൽ ആംഗിൾ ആണ്. ദാറ്റ് ഈസ് 109 ഡിഗ്രി മൈനസ് ഒരു 28 ഡിഗ്രി കൂടി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു ഡിഫറൻസ് വരുന്നത്? ഡ്യൂ ടു റിപ്പൾഷൻ ബിറ്റ്വീൻ അൺഷെയർഡ് ഇലക്ട്രോൺ പെയർസ് ഓഫ് ഓക്സിജൻ. ഇനി ഫീനോളിന്റെ കേസിലാണെങ്കിൽ OH ഗ്രൂപ്പിനെ നമ്മൾ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഓഫ് അരോമാറ്റിക് റിംഗിലേക്കായിരിക്കും ഡയറക്ട്ലി അറ്റാച്ച് ചെയ്യുന്നത്. കാർബൺ ഓക്സിജൻ ബോണ്ട് ലെങ്ത് ഫീനോളിൽ എത്രയാണ് വരുന്നത്? 136 പൈക്കോമീറ്റർ ആണ്. ഈ ഒരു 136 പൈക്കോമീറ്റർ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ലെസ് ദാൻ മെത്തനോളിന്റെ കാർബൺ ഓക്സിജൻ ബോണ്ട് ലെങ്ത് ആണ്. എന്തുകൊണ്ടാണ് മെത്തനോളിലും ഫീനോളിലും ഈ ഒരു ഡിഫറൻസ് ഇൻ കാർബൺ ഓക്സിജൻ ബോണ്ട് ലെങ്ത് വരുന്നത്? രണ്ട് റീസൺസ് ആണ് അതിനുള്ളത്. ഒന്ന്, sp2 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റ് ഓഫ് കാർബൺ ടു വിച്ച് ഓക്സിജൻ ഈസ് അറ്റാച്ച്ഡും. സെക്കൻഡ് റീസൺ എന്താണ്? പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടറും കാരണമാണ് ഈ ഒരു ഡിഫറൻസ് വരുന്നത്. ഇനി ഈതറിന്റെ കേസിലാണെങ്കിൽ 4 ഇലക്ട്രോൺ പെയർസ് ആണുള്ളത്. 2 ബോണ്ട് പെയർസും 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസും ഓക്സിജനിൽ. ഇത് നമ്മളൊരു ടെട്രാഹീഡ്രൽ അറേഞ്ച്മെന്റിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്ട്രക്ചർ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവും അത്. ഓക്കെ, ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് ടെട്രാഹീഡ്രൽ ആംഗിളിനെക്കാട്ടും കുറച്ചുകൂടി ലെസ് ആംഗിൾ ആണ്. കാർബൺ ഓക്സിജൻ ബോണ്ട് ലെങ്ത് എത്രയാണ് ഈതറിൽ വരുന്നത്? 141 പൈക്കോമീറ്റർ ആണ്. ഇത് ഓൾമോസ്റ്റ് ഒരു ആൽക്കഹോളിന്റെ ആ ഒരു കാർബൺ ഓക്സിജൻ ബോണ്ട് ലെങ്തിനോട് സിമിലർ ആണ്. ഇനി ആൽക്കഹോൾസിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് ആണ് പറയുന്നത്. ഫ്രം ആൽക്കീൻസ് ബൈ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ അല്ലെങ്കിൽ ബൈ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ. ഇനി സെക്കൻഡ് മെത്തേഡ് ഫ്രം കാർബണൈൽ കോമ്പൗണ്ട്സിൽ നിന്നാണ് ബൈ റിഡക്ഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഓർ ബൈ റിഡക്ഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ്സ് ആൻഡ് എസ്റ്റേഴ്സ്. ആൻഡ് തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഫ്രം ഗ്രിഗ്നാർഡ് റിയേജൻസ്. ഇനി ഫീനോളിനെ നമുക്ക് ബെൻസീൻ ഡെറിവേറ്റീവിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാം ബൈ യൂസിങ് ഫോളോയിങ് മെത്തേഡ്സ്. ഫ്രം ഹാലോ അരീൻസ്, ഫ്രം ബെൻസീൻ, സൾഫോണിക് ആസിഡ്, ഫ്രം ഡയസോണിയം സോൾട്സ് ആൻഡ് ഫ്രം ക്യൂമീൻ. ഇനി നെക്സ്റ്റ് ഫീനോൾ ആൻഡ് ആൽക്കഹോളിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഫസ്റ്റ് വരുന്നത് ബോയിലിംഗ് പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ ആൽക്കഹോൾ ആയാലും ഫീനോൾ ആയാലും രണ്ടിന്റെയും ബോയിലിംഗ് പോയിന്റ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻക്രീസ് ആവുന്നതനുസരിച്ചിട്ട് ഇൻക്രീസ് ആവും. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇൻക്രീസ് ആവുന്നത്? ഡ്യൂ ടു ഇൻക്രീസ് ഇൻ വാൻഡർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഓക്കെ, ഇനി ആൽക്കഹോളില് കാർബൺ ചെയിന്റെ ബ്രാഞ്ചിങ് ഇൻക്രീസ് ആവുന്നതനുസരിച്ചിട്ട് ബോയിലിംഗ് പോയിന്റ് ഡിക്രീസ് ആവാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി boiling point of alcohol and phenols are higher in comparison to hydrocarbons, ethers, haloalkanes, haloarenes, etc. അപ്പൊ ഈ ഒരു ആൽക്കഹോളിന്റെ ഹയർ ബോയിലിംഗ് പോയിന്റ് മെയിൻ ആയിട്ട് എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻ ദ. അപ്പൊ ഈതറിലും ഹൈഡ്രോകാർബൺസിലും ഒക്കെ ആ ഒരു ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആബ്സെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ബോയിലിംഗ് പോയിന്റ് അതിലെല്ലാം കുറവായിരിക്കും. ഇനി സോലബിലിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ solubility of alcohols and phenols in water, അതിന്റെ റീസൺ എന്താണ്? ഡ്യൂ ടു their ability to form hydrogen bonds with water molecules. ഈ ഒരു സോലബിലിറ്റി ആൽക്കൈൽ അല്ലെങ്കിൽ അരൈൻ ഗ്രൂപ്പിന്റെ സൈസ് ഇൻക്രീസ് ആവുന്നതനുസരിച്ചിട്ട് സോലബിലിറ്റി ഡിക്രീസ് ആവാണ് ചെയ്യുന്നത്. ഫീനോളിന്റെ രണ്ട് ഇമ്പോർട്ടന്റ് റിയാക്ഷൻസ് ആണ് കോൾബ്സ് റിയാക്ഷനും റീമർ ടൈമർ റിയാക്ഷനും. ഓക്കെ, അപ്പൊ കോൾബ്സ് റിയാക്ഷൻ എന്താണ്? ഇവിടെ നമ്മൾ ഫീനോക്സൈഡ് അയോണിനെ ജനറേറ്റ് ചെയ്യാണ് ബൈ ട്രീറ്റിംഗ് ഫീനോൾ വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് അണ്ടർഗോ ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത് എന്താണ്? സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഇതാണ് കോൾബ്സ് റിയാക്ഷൻ. ഇനി റീമർ ടൈമർ റിയാക്ഷൻ എന്താണ് നടക്കുന്നത്? ഫീനോള് ക്ലോറോഫോമുമായിട്ട് റിയാക്ട് ചെയ്യാണ് ഇൻ ദ പ്രസൻസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, ഇതാണ് റീമർ ടൈമർ റിയാക്ഷൻ. അപ്പൊ ഇവിടെ ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നുണ്ട്, അതിനെ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്യാണ് ഇൻ ദ പ്രസൻസ് ഓഫ് ആൽക്കലൈ. ആൻഡ് ഫൈനലി നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്? സാലിസിൽ ആൽഡിഹൈഡ്. ഇനി ഈതേഴ്സിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് ആണ് ബൈ ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾസ് ആൻഡ് വില്യംസൺ സിന്തസിസ് മെത്തേഡ്. സോ അപ്പോൾ ഇത്രയാണ് ഈ രണ്ട് ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. താങ്ക് യു.